ഏകാധികൻ്റെ പഠിപ്പുരയാണെന്നാണ് എൻ്റെ ഓർമ്മ. MD പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നതിൻ്റെ ലാത്തി ചാർജൊന്നും ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലയിടത്തും ലാത്തി ചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഴുത്തുകൊണ്ട് ഉപജീവനം നയിക്കുന്ന ആൾക്കാരും ഈ ലോകത്ത് വളരെ കുറവാണ് എന്ന്. ഈ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും എഴുത്തിലേക്ക് ഒക്കെ മാറുമ്പോൾ ഇപ്പോൾ നമുക്ക് എഴുത്തുകൊണ്ട് മാത്രം ഉപജീവനം നയിക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടാണോ? അല്ല, ഇല്ല, ഞാൻ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇതുകൊണ്ട് ജീവിക്കാമെന്നുള്ളൊരു ഭയങ്കരമായ കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഇല്ല. ഇത് വളരെ വളരെ ചെറിയ ഒരു വിപണിയുള്ള ഒരു പിന്നെ ഒരു വർഷം ഒരു 30-35 അല്ലെങ്കിൽ കോടി രൂപ മാത്രം, ഏറ്റവും നല്ല കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 50 വരെ പോവാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിപണി മാത്രമുള്ള ഒരു സംഗതിയാണ് കേരളത്തിലെ പുസ്തക വിപണി. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചത് വലുതാണ് എങ്കിൽ പോലും. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റവന്യൂ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു സാമാന്യനെ, എൻ്റെ പുസ്തകങ്ങളൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് സാമാന്യനെ പോകാമെന്നുള്ളതല്ലാതെ കൊല്ലപ്പാട്ടിത്തായ DC തിരുവനന്തപുരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിലല്ലാതെ നമുക്ക് അതിനെ വെച്ചിട്ട് ഭയങ്കരമായൊരു ഒരു മധ്യവർത്തി ജീവിതം, എല്ലാ സുരക്ഷിതങ്ങളും നൽകുന്ന തരത്തിലേക്ക് ഒന്നും കേരളത്തിൽ അങ്ങനെ റൈറ്റിംഗ് കൊണ്ട് ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല റീഡേഴ്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ.